നായകനായും വില്ലനായും സഹനടനുമായുമെല്ലാം വിസ്മയിപ്പിച്ചിട്ടുള്ള പ്രതിഭയാണ് ഗായകൻ കൂടിയായ മനോജ് കെ ജയൻ. താരത്തിന്റെ കുടുംബവും മലയാളികൾക്ക് സുപരിചിതമാണ്. മനോജിന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഭാര്യയും 3 മക്കളുമാണ്. സംഗീതം രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പ്രതിഭയായതുകൊണ്ടും സംഗീതവുമായി ബന്ധപ്പെട്ട റിയാലിറ്റി ഷോകളിലെ നിറസാന്നിധ്യമാണ് മനോജ്. കഴിഞ്ഞ ദിവസം നടന്ന മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ എന്ന ഫ്ലവേഴ്സ് ടിവിയിലെ റിയാലിറ്റി ഷോയിൽ മെന്ററായി താരം എത്തിയിരുന്നു. അവിടെ വെച്ച് തനിക്ക് ഏറെ പ്രിയപ്പെട്ട 2 ഗാനങ്ങളെക്കുറിച്ച് മനോജ് സംസാരിച്ചു. ആ ഗാനങ്ങൾ രണ്ടും പാടിയത് മധു ബാലകൃഷ്ണനായിരുന്നു. ഒന്ന് കാഴ്ചയിലെ കുട്ടനാടൻ കായലിലെ എന്ന ഗാനവും മറ്റൊന്ന് എങ്ങു നിന്ന് വന്ന പഞ്ചവർണ്ണക്കിളി നീയോ എന്ന ഗാനവുമായിരുന്നു. 2 ഗാനത്തിന് പിന്നിലെയും അധികം ആർക്കും അറിയാത്ത ചില കഥകളും മനോജ് സംസാരത്തിനിടെ പങ്കുവച്ചു. എങ്ങു നിന്ന് വന്ന പഞ്ചവർണ്ണക്കിളിയോ എന്ന ഗാനത്തിന് ഭാര്യ ആശയുമായി വലിയൊരു ബന്ധമുണ്ടെന്നും താരം പറയുന്നു. ബ്ലെസ്സിയുടെ ആദ്യ സിനിമയായിരുന്നു കാഴ്ച. ബ്ലെസ്സിയുമായി എനിക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നുവെങ്കിലും ആദ്യ സിനിമ കാഴ്ച ചെയ്തു തുടങ്ങിയപ്പോൾ എന്നെ വിളിച്ചില്ല. പക്ഷെ പിന്നീട് ഞാൻ അതിൻ്റെ ഭാഗമായി എന്നതാണ് രസം. കാഴ്ച ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ അനന്തപത്രം ചെയ്യുന്ന സമയമാണ്. അതിൻ്റെ ലൊക്കേഷനിലേക്ക് ബ്ലെസ്സിയുടെ കോൾ വന്നു. ഒരു 5 ദിവസം ഷൂട്ടിന് വരുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് മണി അടക്കമുള്ളവരുമായുള്ള കോമ്പിനേഷൻ സീനുകളുടെ ഷൂട്ടാണ് നടക്കുന്നത്. ഞാൻ ആദ്യം ഒന്ന് മടിച്ചു. കലാഭവൻ മണി ചെയ്യേണ്ട വേഷമാണ് ഞാൻ കാഴ്ചയിൽ ചെയ്തത്. അതുകൊണ്ടാണ് മണി കാഴ്ചയിൽ കുട്ടനാടൻ കായലിലെ എന്ന ഗാനം ആലപിച്ചത്. പക്ഷേ മറ്റൊരു തമിഴ് സിനിമ കൂടി കമ്മിറ്റ് ചെയ്തതുകൊണ്ട് മണിക്ക് കാഴ്ചയിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ സമയം കണ്ടെത്തി കാഴ്ചയിൽ അഭിനയിച്ചത്. ഒറ്റ രാത്രി കൊണ്ടാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ കൽക്കട്ട ന്യൂസിലെ എങ്ങു നിന്ന് വന്ന പഞ്ചവർണ്ണക്കിളി നീയോ എന്ന ഗാനം എൻ്റെ ഫേവറേറ്റ് ആണ് എന്നും മനോജ് പറയുന്നു. എൻ്റെ ഭാര്യ ആശയ്ക്ക് എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നാൻ കാരണമായത് ഈ പാട്ടാണെന്നും താരം പറയുന്നു. ആശ അന്ന് UK-യിലായിരുന്നു. ഡിവോഴ്സ് കഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ തൻ്റെ ഇൻ്റർവ്യൂ ആശ കണ്ടു എന്നും മനോജ് പറയുന്നു. മോളുമായി ഒറ്റയ്ക്ക് ഞാൻ ജീവിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ മോളോടുള്ള അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചൊക്കെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതിനെല്ലാം ശേഷം ഞാൻ പാടിയ പാട്ട് എങ്ങു നിന്ന് വന്ന പഞ്ചവർണ്ണക്കിളി നീയോ എന്ന ഗാനമാണ്. ആശയെ വിവാഹം കഴിച്ച ശേഷം അന്ന് ഞാൻ ആ പാട്ട് നന്നായി പാടിയെന്ന് ആശ എന്നോട് പറഞ്ഞു. ആശ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ കാരണമായതിൻ്റെ ഒരു കണക്ഷൻ ആ പാട്ടിനുണ്ട് എന്നാണ് മനോജ് പറയുന്നത്.